വെൽക്കം ടു PSC Journey. PSC Journeyയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ വ്ളോഗ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്ത് പറ്റി, സൗണ്ടൊക്കെ ഡള്ളായിരിക്കണല്ലോ, വയ്യ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആ ഒരു കെയറിന് എനിക്ക് വളരെ വളരെ വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ, നിങ്ങളുടെ ആ ഒരു കെയറിന്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വ്ളോഗ് ശരിക്കും ഇടുന്നതായിരിക്കും. ഒരുപാട് പേര് വ്ളോഗ് എന്താ ഇടാത്തതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വ്ളോഗ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ ഉണ്ടായിരിക്കും നമ്മുടെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത ടോപ്പിക് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്കറിയാം എന്താണ് ബ്രഹ്മസമാജം, ആര്യസമാജം, അങ്ങനെ തത്വബോധിനി സഭ, പ്രാർത്ഥനാ സമാജം, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രിലിംസ് എഴുതിയവർക്കറിയാം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇയറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലത്തൊക്കെ ഇയർ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇയറും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ എന്തിനു വേണ്ടി എന്തുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സംഘടനയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ പഠനം എല്ലാവരുടെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇന്നലത്തെ ഒരു പ്രിലിംസ് റിസൾട്ടിനെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് പറഞ്ഞു കട്ട് ഓഫ് കൂടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടും കുറയും എന്നൊന്നും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റിസൾട്ട് വന്നാൽ തന്നെ നമുക്കൊരു എന്താണ് ശരിക്കും എന്നുള്ളത് നമുക്ക് റിസൾട്ട് ഒരു പബ്ലിഷ് ചെയ്താൽ മാത്രം തന്നെ അറിയുള്ളൂ. അപ്പോൾ പഠിക്കുന്നവരെ സംബന്ധിച്ച് അവരെ തളർത്തുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരുവിധം തിരക്കേടില്ലാതെ എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതെ പഠിച്ച് തുടങ്ങുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്. നിങ്ങൾ ഓൾറെഡി ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല എന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ പഠനം ഒരിക്കലും വേസ്റ്റായി പോകില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ വിജയം എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തളർത്താനല്ലല്ലോ നമ്മൾ ഈ വീഡിയോസായാലും വ്ളോഗായാലും ചെയ്യുന്നത്, നിങ്ങൾക്കൊരു പ്രചോദനമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പഠിക്കുക. കട്ട് ഓഫിനെ കുറിച്ചോ അല്ലെങ്കിൽ റിസൾട്ടിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ ഇപ്പോൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയിരിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം എന്തായാലും നേടാൻ കഴിയും. അപ്പോൾ അതാണ് ഇന്നലത്തെ ഒരു വ്ളോഗിനെ പറ്റിയിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ അതിന് ശേഷം ഒരു ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം വ്ളോഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ എടുത്ത ടോപ്പിക്ക് മലയാളമാണ്. അപ്പോൾ മലയാളം കുറച്ചായി ഞാൻ കുറച്ചൊന്നൊരു ഗ്യാപ്പ് വന്നേക്കായിരുന്നു, മലയാളം കുറച്ച് പിന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക ഗ്രാമറിൻ്റെ പോർഷൻസ് ഒന്ന് നോക്കി, പിന്നെ കുറച്ച് അർത്ഥങ്ങൾ വരുന്ന കുറച്ച് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും കൂടെ നോക്കിയിട്ടൊന്ന്. അപ്പോൾ അത്രയാണ് മലയാളത്തിൽ ഇന്ന് നോക്കിയത്. വളരെ അധികം ടോപ്പിക്സ് ഒന്നും കവർ ചെയ്തില്ല, കുറച്ച് പോർഷൻസ് നോക്കി എന്ന് മാത്രം. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ എടുത്തത് ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മലയാളമാണ് നോക്കിയത്. പിന്നെ കുറച്ച് കറണ്ട് അഫെയർസ് വീഡിയോ ആയിട്ടാണ് ഞാൻ കേട്ടത്, നോട്ട്സ് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മൊബൈലിൽ ഞാൻ വീഡിയോ ആയിട്ട് കേട്ടു. അവാർഡുകളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർസാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് കേൾക്കുകയാണ് ചെയ്തത്. അതിൻ്റെ നോട്ട്സ് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ കറണ്ട് അഫെയർസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു 2021 എഴുതുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും എഴുതും. കാരണം കറണ്ട് അഫെയർസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര മടിയും ടഫുമാണ്, പഠിക്കാൻ മടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി തന്നെയാണ് ഞാൻ എന്നെ പഠിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത ടോപ്പിക്ക് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ ഓൾറെഡി അന്ന് കാണിച്ച ഒരു ബുക്ക് വെച്ചിട്ട് ഓരോ സെറ്റുകൾ, അതിൽ ഓരോ സെറ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തേക്കാണ്, 20 ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ സെറ്റ് ഒരു ദിവസം ഒരു ഇംഗ്ലീഷ് പഠിക്കാൻ എടുത്ത ദിവസമാണെങ്കിൽ ഒരു 2-3 സെറ്റുകൾ ചെയ്ത് നോക്കും. അതിൽ എന്തെങ്കിലും ഒരു കിട്ടാത്തത് വന്ന് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു റൂള് എന്താണ് എനിക്ക് തെറ്റിയത് എന്ന് നോക്കിയിട്ട് ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യും. അങ്ങനെ പഠിച്ച് പോവുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. പിന്നെ വൊക്കാബുലറിയുടെ കേസിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ട് പ്രീവിയസ് ആയാലൊക്കെ നോക്കി പോവുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് വായിക്കുക. അങ്ങനെ തന്നെയാണ് വൊക്കാബുലറി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വൊക്കാബുലറി എവിടെ നിന്ന് എന്ത് ചോദിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഗ്രാമർ ആകുമ്പോൾ പിന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു സിലബസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നോക്കിയാൽ മതി എന്ന് വയ്ക്കാം. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവരും അത് വിചാരിച്ചിട്ട് വിട്ട് കളയരുത്. കാരണം ഇംഗ്ലീഷിൻ്റെ മാർക്ക് നമുക്ക് പോകാൻ പാടില്ല. മാക്സിമം വൊക്കാബുലറിയിൽ നിന്ന് ഒരു 1-2
മാർക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത്, കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക. പക്ഷേ ഒരിക്കലും ഗസ് ചെയ്തിട്ട് എഴുതരുത്. വൊക്കാബുലറിയുടെ സെക്ഷനിൽ ഗ്രാമറിൻ്റെ പോർഷനിൽ നിന്ന് നിങ്ങൾ ഫുൾ മാർക്ക് നിങ്ങൾ മേടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്.